ഇപ്പോൾ ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ടതായിട്ടുള്ള തുക ഇത്രയുമുണ്ട് എന്നുള്ളതാണ്. അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കടമെടുപ്പ് പരിധിയാണോ അതോ അല്ല, കടമെടുപ്പ് പരിധിയുടെ കണക്കുകളാണ്. കടമെടുപ്പ് പരിധിയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ഫിസിക്കൽ സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപാകെ വെച്ചിട്ടുള്ളതും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളത്. അതിലൊരു താൽക്കാലികമായൊരു അറേഞ്ച്മെൻറ്റ് സാധിക്കുമോ എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ ശ്രമിച്ചത്. അത് സാധിക്കില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. ഒരു ഓഫറും നമുക്ക് തന്നിട്ടില്ല സാർ. നമ്മൾ 19 ചോദിക്കുന്നു, അവരെന്തെങ്കിലും ഒരു അങ്ങനൊന്നും അത് പരിശോധിക്കുന്നു. അത് സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. 13,000 കോടിക്ക് പുറമെയുള്ളതല്ലേ 19,370 കോടി. അതിലാണ് ഈ യോജിപ്പ് അറിയിക്കാത്തത്. അതെ, അവർക്ക് നമ്മുടെ അഭ്യർത്ഥന സ്വീകരിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. മറ്റ് സാധ്യതകൾ എന്തെങ്കിലും കേന്ദ്രം പറയുണ്ടായോ? അല്ല, ഇനിയിപ്പോൾ നമ്മളിത് വീണ്ടും സുപ്രീം കോടതിയുടെ മുൻപാകെ ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും ഈ വിവരങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ ബോധിപ്പിച്ച് അവിടെ നിന്നുള്ള ഒരു തീർപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ചർച്ച ഇപ്പോൾ പരാജയമാണ്. നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്നു. അഭ്യർത്ഥനകൾ, നമ്മുടെ കണക്കുകൾ മുൻപ് വെക്കുന്നു. അവർക്ക് അവരുടേതായ കണക്കുകൂട്ടലുകൾ ഉണ്ടാവാം. അതുകൊണ്ട് കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ചീഫ് സെക്രട്ടറി ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേരളത്തിന് പറയാനുള്ള കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കേരളം ആവശ്യപ്പെട്ട ഓരോ ആവശ്യങ്ങളോടും മുഖം തിരിയുന്ന ഒരു നിലപാടാണ് ഇപ്പോഴും കേന്ദ്രം സ്വീകരിക്കുന്നത്. ചർച്ച പരാജയം എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ സുപ്രീം കോടതി നൽകാൻ നിർദ്ദേശിച്ച 13,600 കോടി രൂപയല്ലാതെ അധികം പൈസ, അതായത് കേരളത്തിന് നൽകാനുള്ള പിടിച്ചുവെച്ച അർഹിക്കുന്ന കേരളത്തിൻ്റെ വിഹിതം നൽകാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കേന്ദ്രവുമായിട്ടുള്ള ചർച്ചയ്ക്ക് സുപ്രീം കോടതി നിർദ്ദേശിച്ച ചർച്ചയ്ക്ക് ശേഷം ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേരളത്തിൻ്റെ ായ ആവശ്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു നിലപാട് ഇപ്പോഴും ഈ ചർച്ചയിൽ ചർച്ചയിലുണ്ടായിരുന്നവർ, കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളായിരുന്നവർ ഈ ഒരു ചർച്ചയിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കേന്ദ്രത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാട് തന്നെ ഇപ്പോഴും കേന്ദ്രം സ്വീകരിക്കുന്നു. കേരളത്തിന് അർഹമായ വിഹിതങ്ങളെല്ലാം തന്നെ പിടിച്ചു വെക്കുന്ന നടപടികളിലേക്ക് തന്നെയാണ് ഇപ്പോഴും കേന്ദ്രം പോകുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ആവശ്യം ന്യായമാണ്. കേരളത്തിൻ്റെ വഴികളിലൂടെ കഴിഞ്ഞ മാസം വരെ കിട്ടാനുള്ള കുടിശ്ശിക കേന്ദ്ര വിഹിതം കേരളത്തിന് നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം മാത്രമേ ഇപ്പോഴും പാലിക്കപ്പെടുന്നുള്ളൂ. ഇന്ന് ചർച്ചയിൽ കേരളം മുന്നോട്ട് വെച്ച ന്യായമായ ആവശ്യങ്ങളിൽ ഒരു അനുഭാവപൂർണമായ നിലപാട് കേന്ദ്ര അധികൃതരുടെ ഭാഗത്തുനിന്ന്, കേന്ദ്ര പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയുടെ വിശദാംശങ്ങളും ഇപ്പോൾ ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിച്ച വിശദാംശങ്ങളുമായി ജിൽബി തോംസൺ അല്പസമയത്തിനകം തന്നെ ലൈനിൽ ചേരുമെന്നാണ് വിചാരിക്കുന്നത്. കടമെടുപ്പ് പരിധി സംബന്ധിച്ചുള്ള കേന്ദ്രവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, ചർച്ചയ്ക്ക് ശേഷം ചീഫ് സെക്രട്ടറിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ജിൽബി തോംസൺ ചേരുന്നുണ്ട്. ജിൽബി, കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെച്ച കേരളത്തിൻ്റെ ന്യായമായ എല്ലാ ആവശ്യങ്ങളോടും ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. ചർച്ച പരാജയം എന്ന് തന്നെ വിലയിരുത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ? വിനീഷ, എന്തായാലും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള ഒരു ചർച്ചയായിരുന്നു ഇപ്പോൾ കേന്ദ്രവും കേരളവും തമ്മിൽ നടന്നത്. എന്നാൽ കേരളം ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്ന ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്നത്തെ ചർച്ചയിലും കേന്ദ്രം സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോഴും അത്തരത്തിലുള്ള ഒരു കാര്യമാണ് അറിയിച്ചത്. കാരണം സുപ്രീം കോടതി ഇടപെടലിലൂടെ 13,608 കോടി രൂപ കേരളത്തിന് കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഈ പണം ഉടൻ തന്നെ അനുമതിക്കും അല്ലെങ്കിൽ നൽകും എന്നുള്ള കാര്യം ഇപ്പോൾ ഈ ചർച്ചയിൽ ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ മറ്റ് അഭ്യർത്ഥനകൾ, അതായത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ അനുസരിച്ച് കേരളം അധികമായിട്ട് 19,370 കോടി രൂപ കൂടി വേണമെന്ന് ഇന്നത്തെ ചർച്ചയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അല്ലെങ്കിൽ ഈ അഭ്യർത്ഥന, കേരളത്തിന്റെ ഈ അഭ്യർത്ഥനയോട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ കേരളം മുമ്പോട്ട് വെച്ചപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതി പറഞ്ഞ ആ ഒരു നിർദ്ദേശം മാത്രം അംഗീകരിച്ചുകൊണ്ട് മറ്റ് കേരളം മുമ്പോട്ട് വെച്ച അഭ്യർത്ഥനകളോട് ഇന്നിപ്പോൾ കേന്ദ്രം മുഖം തിരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇപ്പോൾ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് എന്തായാലും ഇനി ഇപ്പോൾ ഈ ചർച്ച ഇപ്പോൾ ആരോഗ്യപരമായ രീതിയിൽ മുമ്പോട്ട് പോകാത്ത സാഹചര്യത്തിൽ ഇനി നിയമ പോരാട്ടവുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയത്. കാരണം
ഇനി ഇപ്പോൾ കേരളം മുമ്പോട്ട് വെച്ച ഈ അഭ്യർത്ഥനയുമായിട്ട് അല്ലെങ്കിൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി, നിലവിലെ കേരളം കൊണ്ടുവന്നിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ വെച്ചുകൊണ്ട് നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോകും. സുപ്രീം കോടതിയിൽ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേരള സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വിനീഷ. ജിൽബി, അതായത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ച 13,600 കോടി രൂപയല്ലാതെ ഒരു പൈസ പോലും, ഒരു രൂപ പോലും കേരളത്തിന് നൽകില്ല എന്ന നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും കേന്ദ്രം ഉറച്ചു നിൽക്കുന്നത്? ഇതിനെതിരെ മുന്നോട്ട് ഇനി കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ എന്തായിരിക്കും? കാരണം ഹർജി ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഹർജി ന്യായമാണെന്നും അത് പിൻവലിക്കരുതെന്നും കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. വിനിഷ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമ പോരാട്ടവുമായിട്ട് സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് നടന്ന ഈ ചർച്ചയിൽ, അതായത് ആരോഗ്യപരമായിട്ട് ഒരു ചർച്ച നടത്തണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ കേരളം മുമ്പോട്ട് വെച്ച അഭ്യർത്ഥനകളോട് കേന്ദ്രം ഇന്നും മുഖം തിരിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിൽ തങ്ങളുടെ അഭ്യർത്ഥനകൾ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടവുമായി മുമ്പോട്ട് പോകും. കാരണം നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. എന്തായാലും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ കേരളം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം 19,370 കോടി രൂപ കൂടി നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് കേരളത്തിന് വേണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ മുമ്പോട്ട് വെച്ചത് കേന്ദ്രത്തിന് മുമ്പിൽ. പക്ഷേ അതായത് 13,608 കോടി രൂപ വ്യക്തമാണ്. കേന്ദ്രം ആവശ്യപ്പെട്ട അധിക വിഹിതം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ കേന്ദ്രം കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ചയിൽ വിശദമായി വന്നത്. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ തീരുമാനം. വിശദമായ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും ജിൽബി ജോസഫ് നൽകിയത്.